1932 സ്റ്റോക്ക്ഹോം നഗരം. കടുത്ത തണുപ്പ്, കനത്ത മൂടൽമഞ്ഞ്, രോഹിണി പോലെ ഇരുട്ടിനുള്ളിൽ മറഞ്ഞ ഒരു രഹസ്യം. ഇന്നുവരെ ഉത്തരമില്ലാത്ത, ലോകം ആകെ നടുങ്ങിയ ഒരു ഭീകര കൊലപാതകം. ആറ്റ്ലാസ് വാമ്പയർ കേസ്. ഒരു മനുഷ്യന്റെ രക്തം മുഴുവൻ കുടിച്ചെടുക്കപ്പെട്ട ഒരു മനസ്മങ്ങിയ ക്രൈം സ്റ്റോറി. കൊല ചെയ്യപ്പെട്ടത് ലില്ലി ലിൻഡസ്ട്രോം, 31 വയസ്സ്. 1932 സ്റ്റോക്ക്ഹോമിലെ ചെറിയൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു ഗേൾ. നഗരത്തിന്റെ രാത്രികളാണ് അവളുടെ ജീവിതം. പക്ഷേ 1932 മെയ് 1 ശേഷമോ അവൾ ഒരു തവണ പോലും പുറത്തു കണ്ടില്ല. അവളുടെ സുഹൃത്തുക്കൾ വരെ പേടിച്ചു. മെയ് 4 തീയതി പോലീസ് ഫ്ലാറ്റ് തുറന്നു അകത്ത് കയറിയപ്പോൾ അവരുടെ മുൻപിൽ കണ്ട കാഴ്ച മനുഷ്യബുദ്ധിക്ക് അതീതമായ ഭീകരത. ലില്ലിയുടെ ശരീരം കട്ടിലിൽ, പൂർണ്ണമായും രക്തം ഒഴുകിപ്പോയ അവസ്ഥ. ഒരു മുറിവ് അവളുടെ കഴുത്തിൽ, അതിലൂടെ ഒരാൾ രക്തം പിഴിഞ്ഞെടുത്തതുപോലെ. പക്ഷേ ഏറ്റവും ഭയങ്കരമായ തെളിവ് ഒന്ന് മാത്രം. അവളുടെ കട്ടിലിന്റെ പക്കൽ ഒരു ലോഹ ലാഡിൽ, അതിൽ രക്തം. പോലീസ് ആദ്യമായി സമ്മതിച്ചത് ഈ ലാഡിൽ ഉപയോഗിച്ച് ഒരാൾ രക്തം കുടിച്ചു. ഇവിടെ നിന്നാണ് ഈ കേസിന് അറ്റ്ലാസ് വാമ്പയർ എന്ന പേര് ലഭിച്ചത്. റൂമിൽ പൊരുതലിന്റെ ഒരു അടയാളവും ഇല്ല. വാതിൽ തകർന്നിട്ടില്ല. പുറത്തേക്ക് ചോര ചൊരിഞ്ഞില്ല. അതായത് കുറ്റവാളി അവളുടെ വിശ്വസ്തനായ ഒരാൾ. ലില്ലി സ്വയം വാതിൽ തുറന്നു കൊടുത്തകത്തേക്ക് വന്നതാകാം. അവളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ക്ലയന്റ് ആകാം എന്ന് പോലീസ് കരുതുന്നു. പോലീസ് 8 പേരെ സംശയിച്ചു, നാട്ടുകാരും ലില്ലിയുടെ ക്ലയന്റുകളും. പക്ഷേ ആരുടെയും വിരലയാളം കണ്ടെത്താനായില്ല. രക്തത്തിന്റെ ഒരു തുള്ളി പോലും നിലത്ത് ഇല്ല. കൊലപാതക സമയത്ത് ആരെയെങ്കിലും കണ്ടുവെന്ന് ആരും ഓർക്കുന്നില്ല. ഇത്ര ശുഭ്രമായ ക്രൈം 1932 ഒരു നഗരത്തിൽ നിന്നോ? ജനങ്ങളിൽ ഭയം പടർന്നു. ലില്ലിയെ ഒരു വാമ്പയർ കൊന്നതാണ് എന്ന വാർത്ത വേഗത്തിൽ പരന്നു. ചിലർ പറഞ്ഞു അവളുടെ ഫ്ലാറ്റിൽ ഒരു ഉയർന്ന നടയുള്ള പുരുഷനെ കണ്ടതായി. അവന്റെ മുഖം പ്രകാശത്തിൽ തെളിയില്ലായിരുന്നു. ഒരു സ്ത്രീയുടെ രക്തം മുഴുവൻ കുടിക്കുന്നത്. അതോ ഒരു മനുഷ്യനോ? അല്ലെങ്കിൽ മറ്റെന്തോ? പോലീസിന്റെ രണ്ടാമത്തെ സംശയം, ഇത് ഒരു റിച്വൽ കില്ലിംഗ്. രക്തത്തെ കേന്ദ്രീകരിച്ച ആചാരങ്ങൾ 1930കളിൽ യൂറോപ്പിൽ വ്യാപകമായിരുന്നു. ലില്ലിയുടെ ശരീരത്തിലെ മുറിവ് മതപരമായൊരു ചടങ്ങിന്റെ ഭാഗമായിരിക്കാമെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന്, 1932 ഫോറൻസിക് ടെക്നോളജി വളരെ പിന്നിലായിരുന്നു. DNA ഇല്ല, CCTV ഇല്ല, ശരിയായ ഫിംഗർ പ്രിന്റ് മെത്തഡ് പോലും വികസിച്ചിരുന്നില്ല. അങ്ങനെ കൊലപാതകൻ ഒറ്റപ്പാടുപോലും ഉപേക്ഷിക്കാതെ നടന്നുപോയി. ഇന്ന് വരെ അറ്റ്ലാസ് വാമ്പയർ കേസ് തുറന്നു നിൽക്കുന്നു. ലില്ലി ലിൻഡസ്ട്രോമിനെ കൊന്നത് ആര്? എന്തിന് അവളുടെ രക്തം മുഴുവൻ എടുത്തു? ഉത്തരമില്ല. ഒരിക്കലും കിട്ടിയിട്ടില്ല. 1932 സ്റ്റോക്ക്ഹോമിൽ ഒരു വാമ്പയർ നടന്നുപോയെന്ന വിശ്വാസം ഇന്നുവരെ മാറിയിട്ടില്ല. ഏത് പാതയിലാകും ആ വാമ്പയർ ഇന്ന് നടക്കുന്നത്? അത് നമ്മൾ ഒരിക്കലും അറിയില്ല. അറ്റ്ലാസ് വാമ്പയർ മനുഷ്യരാശിയുടെ ഏറ്റവും ഭയങ്കരമായ അനിശ്ചിത കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നും അതാണ്. Thanks for watching. Keep supporting.